Hello dear students, so let us do a few more problems on DFA so that it will become more familiar to you. So next problem that we are going to do is you need to construct a DFA in which number of A's in that particular string mod 2 equal to 0. Okay, what do you mean by this? Here, number of A's or string under it can be A, B, whatever. A, B. Okay, adile number of A's even aayirikkanam. Ivide nokku 2 plus 1 plus 1, 2 plus 2 that is 4. Alle? Angane even length A ulla string ne matram accept cheyana oru DFA aanu namukku construct cheyandathu. Okay, so let's see how we can do that. This language is the strings. L is equal to A null A. It can be B, B, A, B, A, and so on. Okay, even length of A's are vended. It is definitely an infinite language, right? We have problems even or odd, length even, length odd problems already. So this is very much similar to that. Okay. How states we'll have two states. One even length calculate one odd length. Two states. So, initial state, next odd length state. Okay. Now the final state is even number of A's. So, the final state is even length of A's. Even length of A is 0 length, 2 length, 4 length, etc. 0, 1, 2, 3, 4, 5 and so on. So, A is accepted. Okay. Ini endana appo ivide E nu parna state la enike oru A yu illa 0 A aanu appo ende oda accepted ayi adondana njan rendu double circle varachadu. Okay, next ende language la noku oru B vannu kayinalum enike accept cheyanam B etra number of B's vannalum enike accept cheyanadu alle appo njan endu cheyum ee B ivide ennodu self loop idu. Okay, ini endana okay ini next endana veriya ഒരു A വന്നു നോക്കി അപ്പോൾ നമ്മൾ E യിൽ B വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് എഴുതി. A വന്നാൽ എന്താവും? ഒരു A വന്നു കഴിഞ്ഞാൽ അത് ഓഡ് ലെങ്ത് ആവും അല്ലേ? അപ്പോൾ A വരുമ്പോൾ അത് ഓഡ് ലെങ്ത്തിലേക്ക് പോകും അല്ലേ? ഇനി എന്തായി? എനിക്ക് ഇവിടെ തിരിച്ചും ഞാൻ ഇപ്പോൾ ഓഡ് നമ്പർ ഓഫ് A'സിലാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് ഒരു Aയും കൂടി വന്നു അവിടെ. ഒരു Aയും കൂടി വരുമ്പോൾ എനിക്ക് എത്രയാവും? എൻ്റെ ലെങ്ത് Aന്റെ എത്രയാവും? 2 ആവും അല്ലേ? അപ്പോൾ എനിക്ക് Oയിൽ നിൽക്കുമ്പോൾ ഓഡ് ലെങ്ത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു Aയും കൂടി കിട്ടിയാൽ എൻ്റെ നമ്പർ ഓഫ് A's എന്തായിരിക്കും? 2 ആയിരിക്കും. 2 mod 2 will be 0 അല്ലേ? And what about this? Oയിൽ എനിക്കൊരു odd lengthൽ എനിക്കൊരു B വരികയാണെങ്കിലോ അപ്പോൾ എൻ്റെ സ്ട്രിങ് എന്തായിരിക്കും? ഇവിടെ B ഉണ്ട്, A ഉണ്ട്, എനിക്ക് ഇനി ഒരു Bയും കൂടി വന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് A's എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ B വന്നാൽ അത് അവിടെ തന്നെ നിൽക്കും. A വന്നു കഴിഞ്ഞാൽ A1A, 2A, 3A when accept 4A, 5A, 6A. It will go on in that loop. Is it clear? Please note this down. Here in this question, if I am asking you, number of A's odd. Okay, number of A's odd NA number of A's in the string W mod 2 equal to 1. 1 ആവുമ്പോൾ നമ്മൾ എന്താ ചേഞ്ച് വരിക? ഇതിൽ എന്ത് ചേഞ്ചാ വരിക? നമ്മുടെ E മാറിയിട്ട് നമ്മുടെ O ആയിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. അത്ര മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ യു ഡു ദാറ്റ്. ഓക്കെ, ഇനി ലെറ്റ് മീ ജസ്റ്റ് പുട്ട് ഇൻ അനദർ ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ പറയാണ്, ഐ ആം ജസ്റ്റ് റബ്ബിംഗ് ദിസ് ഓഫ്, ജസ്റ്റ് ചേഞ്ചിങ് ദ ക്വസ്റ്റ്യൻ ടു number of A's in a string W mod 3.
number of A's in a string W mod mod 3 equal to 0. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്പർ ഓഫ് A's should be a multiple of 3 അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇതൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ മോഡ് ഓപ്പറേഷൻ വരുമ്പോൾ നമ്മൾ മോഡ് 3 എന്ന് പറയുമ്പോൾ അതിൽ എത്ര സ്റ്റേറ്റ് വരും? 3ന് എത്ര റിമൈൻഡേഴ്സ് ഉണ്ട് നോക്കുക, അതിന്റെ അത്രയും നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എഴുതുക അല്ലെ? അപ്പൊ നമ്മൾ എത്ര സ്റ്റേറ്റ്സ് വരും പറയൂ? we'll have 3 states അല്ലെ? Q0 ഒരു സ്റ്റേറ്റ്, Q1 നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് Q2 3 സ്റ്റേറ്റ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലെ? എ ബി സി Q0 Q1 Q2 എന്ത് വേണമെങ്കിലും എഴുതാട്ടോ. നിങ്ങൾക്ക് നെയിം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നെയിം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ട് Q0 എന്ന് പറയുമ്പോൾ 0. ഓക്കെ, അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 3യിൽ എന്തൊക്കെ വരും? 0 വരും, 3 വരും, 6 വരും അല്ലെ? അപ്പൊ ഇവിടെ എനിക്ക് എന്തായാലും മോഡ് 3 equal to 0 എന്ന് പറയുമ്പോൾ ഇതായിരിക്കണം, Q0 എന്നുള്ളതായിരിക്കണം എന്റെ ഫൈനൽ സ്റ്റേറ്റ് അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? Q0 ആദ്യം ഞാൻ ഡബിൾ സർക്കിൾ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഇതിനുള്ള ലാംഗ്വേജസ് നിങ്ങൾ പറയൂ. എല്ലാം എന്തൊക്കെ ലാംഗ്വേജസ് വരും? മോഡ് 3 എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി 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 ഓക്കെ, ബി ബി എ എ എ ഓക്കെ, പിന്നെന്തൊക്കെ വരാം? നൾ സ്ട്രിങ് വരാം. ഓക്കെ, നള്ള് വരാം. എ എ എ ബി ബി എ എ എ ബി. നമ്പർ ഓഫ് A'സിന്റെ കാര്യം മാത്രമേ നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമുള്ളൂ. ബി എത്ര വേണേലും ആവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഇപ്പൊ നൾ സ്റ്റേറ്റ് എനിക്ക് ആക്സെപ്റ്റഡ് ആവും, അതുകൊണ്ട് ഞാൻ Q0 ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് എന്താണ് വേണ്ടത്? നെക്സ്റ്റ് നോക്കൂ, ഒരു എ വന്നു. ഓക്കെ, ഒരു എ വന്നു കഴിഞ്ഞാൽ എന്റെ ഇവിടെ 0 നമ്പർ ഓഫ് A's ആണ്. ഇവിടെ റിമൈൻഡർ 1 ആവും അല്ലെ? ഇവിടെ എത്തുമ്പോൾ എന്താവും? റിമൈൻഡർ 2 ആയിരിക്കും. നെക്സ്റ്റ് ഒരു എ വരുമ്പോൾ 2 എ വരുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 3 നിങ്ങൾക്ക് എന്താണ് റിമൈൻഡർ കിട്ടുക? 2 അല്ലേ? അപ്പൊ ഞാൻ നെക്സ്റ്റ് എ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇനി ഒരു എയും കൂടി വന്നാൽ 3 എ ആവും അല്ലെ? 3 എ എന്ന് പറയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 3 അഗൈൻ ഇറ്റ്സ് 0 അല്ലെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് എ വരുമ്പോൾ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പൊ എന്റെ പോർഷൻസ് എല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ, Q0 എ വന്നാൽ, Q1 എ വന്നാൽ, Q2 എ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് എഴുതി അല്ലെ? ഇനി ബിന്റെ പറയൂ. ബി എന്താ ചെയ്യാ? എനിക്ക് ആദ്യം ഒരു ബി വന്നാൽ ആക്സെപ്റ്റ് ചെയ്യാം. ബി 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 എത്ര ബി വന്നാലും ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് എന്റെ Q0 ഞാൻ ബി എവിടെ എന്താ ചെയ്യേണ്ടത്? Q0 സെൽഫ് ലൂപ്പ് ഇടും ബിയിലേക്ക് അല്ലെ? ഇപ്പൊ നോക്കൂ, എന്റെ ബി എ എന്ന് പറയുമ്പോ 2 എ ആണ്. അപ്പൊ എനിക്ക് മോഡ് 3 അല്ല, എനിക്ക് റിമൈൻഡർ എത്ര കിട്ടുക? 2 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 2 ആണ് കിട്ടുക. അപ്പൊ അതെനിക്ക് Q2 എത്തുള്ളൂ അല്ലെ? ഇപ്പോ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാണ്. ബി എ എ എ ഇങ്ങനെയെന്ന് പറയുമ്പോൾ എന്താണ്? എനിക്ക് 3 A's വരുന്നുണ്ട് അല്ലെ? വിച്ച് മീൻസ് എൻ്റെ അത് ആക്സെപ്റ്റഡ് ആവണം. നിങ്ങൾ ഈ ഡയഗ്രത്തിൽ നോക്കി നോക്കുമ്പോൾ അത് ആക്സെപ്റ്റഡ് ആവേണ്ടതോ? ബി എ എ എ വരുമ്പോൾ തിരിച്ചു നമ്മൾ Q0ലേക്ക് പോയി അല്ലെ? ഇനി നിങ്ങൾ നോക്കൂ, ബി ബി എ എ എ ഇത് ആക്സെപ്റ്റഡ് ആവുണ്ടോ നോക്കൂ. ബി ബി സെൽഫ് ലൂപ്പ് ചെയ്തു Q0 തന്നെ. എ എ എ തിരിച്ചും ആക്സെപ്റ്റഡ് ആവുന്നുണ്ട് അല്ലെ? അങ്ങനെ നിങ്ങൾ വരച്ചു കഴിഞ്ഞിട്ട് ഓരോരോ സ്ട്രിങ് എടുത്ത് റാൻഡം ആയിട്ട് കുറച്ച് സ്ട്രിങ് എടുത്തിട്ട് നോക്കി നോക്കുക ഈ ഡയഗ്രത്തിൽ കറക്റ്റ് ആയിട്ട് തന്നെയാണോ വരുന്നത് എന്ന്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ഇപ്പൊ Q0 എയും ബിയും വന്നാൽ നിങ്ങൾ പറഞ്ഞു അല്ലെ? ഇനി എനിക്ക് Q1 ബി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് എഴുതണം അല്ലെ? Q1 ബി വന്നാൽ ഞാൻ എങ്ങോട്ടാ പോവാ? എനിക്ക് ബി എത്ര എണ്ണം ഇടയിൽ വന്നാലും കുഴപ്പമില്ല, നമ്പർ ഓഫ് A's 3 എണ്ണം ആവണമെന്നേ ഉള്ളൂ. അപ്പൊ ബി Q1 ബി വന്നാൽ എഗെയിൻ ഞാൻ സെൽഫ് ലൂപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് നിൽക്കും അല്ലെ? ഇനി Q2 ബി വന്നാൽ ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. Q2 ബി വന്നാലും എവിടെ എനിക്ക് ബി വന്നാലും കുഴപ്പമില്ല, എ മാത്രം എനിക്ക് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ Q2 ബി വന്നു കഴിഞ്ഞാൽ ഞാൻ സെൽഫ് ലൂപ്പ് ഇട്ട് അവിടെ തന്നെ നിൽക്കും. കംപ്ലീറ്റ് ആയില്ലേ നമ്മുടെ ഡയഗ്രാം? നമ്പർ ഓഫ് A's ഇൻ എ സ്ട്രിങ് മോഡ് 3 equal to 0 നിങ്ങൾ കറക്റ്റ് അല്ലേ നോക്കി നോക്കൂ. നിങ്ങൾ റാൻഡം ആയിട്ട് കുറച്ച് സ്ട്രിങ്സ് ഇട്ടിട്ട് നോക്കി നോക്കൂ ഇഫ് ദിസ് ഇസ് കമ്മിങ് ഔട്ട് കറക്റ്റ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പറയാണ് എനിക്ക് നമ്പർ ഓഫ് A's ഇൻ W മോഡ് 3 equal to 1 എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ എന്ത് ചേഞ്ചാ വരിക? അപ്പൊ എന്റെ Q0 എന്നുള്ള ഫൈനൽ സ്റ്റേറ്റ് മാറി Q1 ആവും അല്ലെ? ഇനി ഞാൻ പറഞ്ഞു എനിക്ക് റിമൈൻഡർ
number of A's in W mod 3 equal to 2 പറഞ്ഞേ നോക്കിയാ. അപ്പൊ എൻ്റെ എന്താവും? Q2 ആവും എൻ്റെ ഫൈനൽ സ്റ്റേറ്റ്. അത്രയുള്ള ചേഞ്ചസ് വരുള്ളൂ. ഫൈനൽ സ്റ്റേറ്റ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുള്ളൂ. Diagram remains the same. The transition diagram remains the same. Is it clear to you? Just note this down. Now let us move to the next question. Here you have to construct a DFA where the string W belongs to A comma B star and number of A's in W mod 2 equal to 0 and number of B's in W mod 2 equal to 0. അതായത് എൻ്റെ സ്ട്രിങ്ങിൻ്റെ നമ്പർ ഓഫ് എസും നമ്പർ ഓഫ് ബീസും രണ്ടും ഈവൺ ആവണം. ഓക്കെ, എ ആൻഡ് ബി ബോത്ത് ഷുഡ് ബി ഈവൺ. ഓക്കെ, ഇത് നിങ്ങൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഓടും ഈവണും അങ്ങനത്തെ സ്റ്റേറ്റുകൾ തന്നെയാണ് വരിക. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ രണ്ട് കേസ് ഞാൻ പറയുന്നുണ്ട്, എൻ്റെയും പറയുന്നുണ്ട് ബിൻ്റെയും പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റേറ്റ് മതി, ഓടാണോ ഈവൺ ആണോ നോക്കാൻ. ഇവിടെ ബിയും കൂടിയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര സ്റ്റേറ്റ് വേണ്ടി വരും? ഈ ഒരു ക്വസ്റ്റ്യന് രണ്ട് സ്റ്റേറ്റ് വേണ്ടി വരും ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യന് രണ്ട് സ്റ്റേറ്റ് വേണ്ടി വരും അല്ലെ? സോ ടോട്ടലി യു വിൽ നീഡ് 4 states. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ ഇത് എങ്ങനെയാ വരികയെന്ന് നിങ്ങളത് പറയൂ. ഈ ലാംഗ്വേജിൽ ആദ്യം എന്തൊക്കെ വരുന്നു പറയൂ. ഈ ലാംഗ്വേജിൽ വരുന്ന സ്ട്രിങ്സ് എന്തൊക്കെയായിരിക്കും? യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ നൾ സ്ട്രിങ്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വരും? എ എ ബി ബി, ഇത് രണ്ടും എ ഈവൺ ആണ്, ബി ഈവൺ ആണ്. എ എ ബി ബി, എ ബി എ ബി, ബി എ ബി എ ആൻഡ് സോ ഓൺ അല്ലെ? ഇത്രയും സ്ട്രിങ്സ് അല്ലേ വരിക നിങ്ങൾക്ക് അല്ലെ? ഇത് ഒരു ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് ആണ്. ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള സ്ട്രിങ്സ് വന്നുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ക്വസ്റ്റ്യനെ ആദ്യം ഒരു 2 ഡിവിഷൻ നമുക്ക് നടത്തണം. എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുക? യു നീഡ് ടു ആക്ച്വലി ക്ലാസിഫൈ ദിസ് ഇൻ ടു 2 പാർട്സ്. ഓക്കെ, ഒന്ന് എന്റെ സ്റ്റേറ്റ്സും ഒന്ന് ബിന്റെ സ്റ്റേറ്റ്സും. ഓക്കെ, അതായത് എനിക്ക് I can just write it as number of A's in W, number of B's in W. ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നമ്പർ ഓഫ് A's in W ഈവൺ ഈവൺ, ഓക്കെ, ഈവൺ ഓഡ്, ഓഡ് ഈവൺ, ഓഡ് ഓഡ് അല്ലെ? ഇവിടെ നമ്പർ ഓഫ് B's in W എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ? ഈവൺ ഈവൺ, ഈവൺ ഓഡ്, ഓഡ് ഈവൺ, ഓഡ് ഓഡ് അല്ലെ? ഇത് നമുക്ക് 4 എണ്ണമായിട്ട് തിരിക്കാൻ പറ്റും ഇതിനെ അല്ലെ? ഈ 4 സ്റ്റേറ്റ് വരുന്നു പറയുമ്പോൾ 4 സ്റ്റേറ്റിൽ എന്തൊക്കെയാ വരിക? ഈവൺ ഈവൺ വരാം, ഈവൺ ഓഡ് വരാം, ഓഡ് ഈവൺ വരാം, ഓഡ് ഓഡ് വരാം. ഓക്കെ, നമ്പർ ഓഫ് A's ആൻഡ് B'സിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഹൗ കെൻ യു ഡു ദിസ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. അപ്പൊ ടോട്ടലി ഞാൻ പറഞ്ഞു നമുക്ക് 4 സ്റ്റേറ്റ് വരും അല്ലെ? അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം ഒരു 4 സ്റ്റേറ്റ് വരച്ച് വെക്കാം. സോ ഐ എം ജസ്റ്റ് റബ്ബിംഗ് ദിസ് ഓഫ്. ജസ്റ്റ് നോട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ ഈ ഫിഗർ ഇത് ക്വസ്റ്റ്യൻ ഐ എം ഗോയിങ് ടു റബ് ദിസ് ബിക്കോസ് ദ ഫിഗർ ഇസ് എ ലിറ്റിൽ ടു ബിഗ്. ഓക്കെ, അപ്പൊ ആദ്യം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യൂ. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ജസ്റ്റ് റബ് ദാറ്റ് ആൻഡ് ഡ്രോ ദ ട്രാൻസിഷൻ ഡയഗ്രം. നാല് സ്റ്റേറ്റ് നമുക്ക് വരും. ഏതൊക്കെയാണ് വരിക? ഈവൺ ഈവൺ അല്ലെ? അതായത് നമ്പർ ഓഫ് A's ഈവൺ, നമ്പർ ഓഫ് B's ഈവൺ അല്ലെ? ഈവൺ ഈവൺ, ഈവൺ ഓഡ്, ഓഡ് ഈവൺ, ഓഡ് ഓഡ്, ഓഡ് ഓഡ്. 4 സ്റ്റേറ്റ് ആണ് നമുക്ക് വരിക അല്ലെ? എയും ബിയും രണ്ടും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതെന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് A's ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് B's. ഇവിടെയും നമ്പർ ഓഫ് A, നമ്പർ ഓഫ് B. ഓക്കെ, നമ്പർ ഓഫ് A, നമ്പർ ഓഫ് B, നമ്പർ ഓഫ് A. ആദ്യം നമ്മൾ A എഴുതണു, പിന്നെ നമ്മൾ B എഴുതണു. ഓക്കെ, നമ്പർ ഓഫ് B. അപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈവൺ ആവണം എന്ന് പറഞ്ഞിട്ട്. എയും ബിയും ഈവൺ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. അതിൽ നള്ളും ഇൻക്ലൂഡഡ് ആവും എന്ന് പറഞ്ഞാൽ നൾ സ്ട്രിങ് ഇൻക്ലൂഡഡ് ആവും അല്ലെ? അപ്പൊ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയ ഈവൺ ഈവൺ തന്നെ ആയിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റും. രണ്ട് ഈവൺ ആണ്, എയും ഈവൺ ആവണം, ബിയും ഈവൺ ആവണം. അതല്ലേ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. ഇപ്പൊ ഇവിടെ എനിക്ക് ഒന്നുമില്ല കേട്ടോ. എന്റെ എയും 0 ആണ്, ബിയും 0 ആണ്. ഇനി എനിക്ക് ഒരു എ വന്നു,
ഒരു എ വരുമ്പോൾ ഞാൻ എങ്ങോട്ടാ പോവാ? ഒരു എ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആദ്യം നള്ളാണ്. നള്ള് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ്? എയും ഇല്ല ബിയും ഇല്ല, രണ്ടും സീറോയാണ്. ഓക്കെ, ഇനി എനിക്ക് ഒരു എ വന്നു. ഒരു എ വരുമ്പോൾ എന്റെ നമ്പർ ഓഫ് എസ് എന്താണ്? നമ്പർ ഓഫ് എ ഓഡാണ്. ബി ഒന്നുമില്ല, ബി സീറോ തന്നെയാണ്. അപ്പൊ നമ്പർ ഓഫ് ബി എന്താണ് വരിക? നമ്പർ ഓഫ് ബി ഈവൺ ആണ് അല്ലെ? ബി സീറോ എന്ന് പറയുമ്പോ ഇത് രണ്ടും സീറോ ആയിരുന്നു. എയും സീറോ ആയിരുന്നു, ബിയും സീറോ ആയിരുന്നു അല്ലെ? ഇനി എനിക്ക് എ എന്ന് പറയുന്ന സീറോ ആവുമ്പോ ഒരു എ വരുമ്പോൾ എനിക്ക് എന്റെ ലെങ്ത് ഓഡാവും. നമ്പർ ഓഫ് എന്റെ ലെങ്ത് ഓഡാവും, ബിന്റെ ലെങ്ത് ഈവൺ ആവും. ബിക്കോസ് ബി എന്റെ സീറോ ആണ്. ബി എനിക്ക് ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ എ വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടേക്ക് പോകണം? ഒ ഇയിലേക്ക് പോകണം. അപ്പൊ ഇവിടെ എനിക്കൊരു എ വന്നാൽ ഐ നീഡ് ടു ഗോ ടു ദി സ്റ്റേറ്റ് അല്ലേ? എന്റെ ഓഡ് നമ്പർ ഓഫ് എസ് ആൻഡ് ഈവൺ നമ്പർ ഓഫ് ബീസ്. ഈവൺ നമ്പർ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഒന്നുമില്ല, സീറോ. ഓക്കെ, ഇനി എനിക്ക് ഒരു ബി വന്നു. ഞാൻ ഈ രണ്ടും ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ബി വന്നു. ബി വരുമ്പോൾ ഞാൻ എന്റെ നമ്പർ ഓഫ് ബീസ് എന്താണ്? നമ്പർ ഓഫ് എ ഒന്നുമില്ല, സീറോയാണ്. അപ്പൊ നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് ഈവൺ ആണ്, നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് ഓഡാണ് അല്ലെ? അപ്പൊ എനിക്ക് ഇവിടെ ഒരു ബി വരുമ്പോൾ ഞാൻ ഈ ഓയിലേക്ക് പോകണം. ബി വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോയി അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കൂ, ഇപ്പൊ ഞാൻ ഈ സ്റ്റേറ്റിലെത്തി. ഓക്കെ, ഇവിടെ എനിക്ക് ഒരു ബി വന്നിട്ടുള്ള സ്റ്റേറ്റിലെത്തി കേട്ടോ. അതായത് എ ഈവൺ ബി ഓഡ്. ഇനി എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ബിയും കൂടി വന്നു. ഓക്കെ, അപ്പൊ എനിക്ക് എന്താണ്? ബി ആയിട്ടോ. ഓൾറെഡി ഒരു ബി ഉണ്ട്, പിന്നെ ഒരു ബിയും കൂടി വന്നു. ഇവിടെ ഒരു ബിയും കൂടി വരുമ്പോൾ എന്റെ നമ്പർ ഓഫ് ബീസ് എന്താണ്? ബി എന്ന് പറയുന്നത് ഈവൺ ആണ്. നമ്പർ ഓഫ് എസ് എന്താണ്? നമ്പർ ഓഫ് എസും എയും ഈവൺ ആണ്, ബിയും ഈവൺ ആണ് അല്ലെ? എയും ഈവൺ ആണ് ബിക്കോസ് ഇവിടെ ഒരു എയും ഇല്ല, സീറോ എ ആണ്. ബി എന്ന് പറയുമ്പോൾ സീറോ എ അല്ലേ? ആൻഡ് ബി രണ്ടും ബി ഉണ്ട്, അപ്പൊ അതും ഈവൺ ആണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ബി വന്നു കഴിഞ്ഞാൽ വേർ ഡു ഐ ഗോ? ഐ വിൽ ഗോ ബാക്ക് ടു ഇ. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി ഞാൻ നോക്കൂ, എനിക്ക് ഇവിടെ ഒരു എ വന്നിട്ടാണ് ഞാൻ നിൽക്കണ്ടായിരുന്നത്. ഓക്കെ, ഇനി എനിക്ക് രണ്ട് എ വന്നു നോക്കിയോ? എ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇതേപോലെ തന്നെ എന്റെ എന്റെ ലെങ്ത്തും ഈവൺ ആണ്, ബിന്റെ ലെങ്ത്തും ഈവൺ ആണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു എ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ഗോ ബാക്ക് ടു ദിസ് അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി നോക്കൂ ഇവിടെ, സോ ദാറ്റ് ഇസ് ഡൺ. അപ്പൊ ഇവിടെ ഞാൻ തിരിച്ചും ഇയിലേക്ക് പോകും. ഓക്കെ, ഇനി എനിക്കൊരു ബി എ വന്നു നോക്കിയോ? ബി എ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു ബി എ വന്നു. അപ്പൊ ബി വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോയി. ഇനി ഒരു എയും കൂടി വന്നു. ബി എ എന്ന് പറയുമ്പോൾ എൻ്റെ ലെങ്ത് എന്താണ്? രണ്ടും ഓഡാണ് അല്ലെ? ഇതും നമ്പർ ഓഫ് ബീസും ഒന്നാണ്, എയും ഒന്നാണ് അല്ലെ? അപ്പോൾ രണ്ടും ഓഡാണ്. അപ്പൊ ഇവിടെ എനിക്കൊരു എ, ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു എ വരുമ്പോൾ വേർ ഡു ഐ ഗോ? ഓഡിലേക്കല്ലേ പോവാ? ഓയിലേക്കല്ലേ പോവാ? അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു എ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ബി എ. ഇനി എനിക്ക് ബി എ വരും നോക്കിയോ? ബി എ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഈവൺ നമ്പർ ഓഫ് എസും ഓഡ് നമ്പർ ഓഫ് ബീസും. ഓഡ് ഈ ഓയിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ ഓയിന്ന് തിരിച്ചും എനിക്കൊരു എ വരുമ്പോൾ ഞാൻ ഈ ഓയിലേക്ക് പോകണം. എ വരുമ്പോൾ ഇനി നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഇവിടെ നോക്കും. ഇവിടെ എ വന്നാൽ എങ്ങോട്ട് പോകും, ബി വന്നാൽ എങ്ങോട്ട് പോകുന്ന എഴുതി. ഈ സ്റ്റേറ്റിന്റെയും എ വന്നാൽ എവിടെ പോകും, ബി വന്നാൽ എവിടെ പോകുന്ന എഴുതി. ഈ സ്റ്റേറ്റിന്റെ നമ്മൾ എ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, രണ്ടും ഓഡായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വേറൊരു ഏതെങ്കിലും ഒരു ആൽഫബറ്റ് വന്നാൽ ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ളത് പറയണം. ഓക്കെ, അപ്പൊ ഇവിടെ എത്താനായിട്ട് ഞാൻ എന്താ ചെയ്തത്? ഹൗ ഡിഡ് ഐ ട്രാവൽ ടിൽ ഹിയർ? ബി എ വന്നാൽ എവിടെ പോകുന്ന എഴുതി. ഇനി ബി എ ബി വന്നാൽ ഞാൻ എങ്ങോട്ട് പോകും? ബി എ ബി. അതായത് ഓഡ് നമ്പർ ഓഫ് എയും ഈവൺ നമ്പർ ഓഫ് ബീസും ആണ്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ബി വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടേക്ക് പോകും? ഓയിലേക്ക് പോകും അല്ലേ? ഇനി ഇവിടെ നോക്കൂ, എനിക്ക് എ കിട്ടി, ഒരു എ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വന്നു. ഓക്കെ, ഇനി എനിക്ക് കിട്ടുന്നത് ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞു. എ ബി ആണെങ്കിലോ, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എ ബി കിട്ടുകയാണെങ്കിലോ, എ ബി
എ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നു, ബി വരുമ്പോൾ എനിക്ക് എവിടെയാ പോകേണ്ടത്? 2 മോഡല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോവും. ബി വരുമ്പോ നമ്മുടെ ഡയഗ്രം കംപ്ലീറ്റ് ആയില്ലേ? നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ എല്ലാം ഈവൺ ലെങ്ത് ആണ് ആക്സെപ്റ്റഡ് ആവുന്നത്. എല്ലാ സ്റ്റേറ്റിലും എയും ബിയും വന്നാൽ എങ്ങോട്ടൊക്കെ പോകുന്നുള്ളത്. ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ഫ്രീക്വന്റ്ലി ബീങ് ആസ്ക്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി എക്സാംസ്. ഓക്കെ, സോ ദ കൺസെപ്റ്റ് ഇസ് വെരി ക്ലിയർ. ഹോപ്പ് യു ഗോട്ട് ദിസ്. നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി വരുമ്പോൾ നമുക്ക് 4 സ്റ്റേറ്റ് ഉണ്ടാവും. ഈവൺ ഓഡ് മാത്രമല്ല, 2ന്റെയും നോക്കണം. അപ്പോൾ ഒരെണ്ണം ഈവൺ, ഒരെണ്ണം ഓഡ്, അങ്ങനെ നമുക്ക് 4 കേസസ് ആണ് വരുന്നത്. ഈവൺ ഓഡ്, ഓഡ് ഈവൺ, ഓഡ് ഓഡ്, ഈവൺ ഓഡ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 4 സ്റ്റേറ്റ് വരച്ചിരിക്കുന്നത്. ഓരോ ഇൻപുട്ട് വരുമ്പോൾ നമ്മൾ അതിനെ കൗണ്ട് ചെയ്തിട്ട് എവിടേക്കാണ് പോകണമെന്നുള്ളത് നോക്കുക. ആൻഡ് ദെൻ യു ഗെറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇസ് ഇറ്റ് ക്ലിയർ? പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്.